അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കല്യാണ വീടുകളിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലാണ് ഈ ഒരു ബിരിയാണി ഉള്ളത്. അപ്പോൾ വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ക്യാമൽ മീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതേ റെസിപ്പി തന്നെ നിങ്ങൾക്ക് ബീഫ് വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 1.25 കിലോ ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഒരു 1-1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ബിരിയാണി മസാലയാണ് ചേർത്തിട്ടുള്ളത്. ഒരു 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. എരിവനുസരിച്ചിട്ട് കുരുമുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് ചേർത്താൽ മതി. മുളക് പൊടി ഒരുപാട് അങ്ങ് കൂടിപ്പോകണ്ട, അപ്പോൾ കളറ് വല്ലാതെ അങ്ങ് മാറിപ്പോവും. പിന്നെ ഇതിലേക്ക് വലിയ ജീരകം വറുത്ത് പൊടിച്ചാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് നാരങ്ങാ നീര് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുന്നതൊന്നുമില്ല, അപ്പോൾ തന്നെ കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുക്കർ അനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക. ക്യാമൽ മീറ്റിന് കുറച്ച് അത്യാവശ്യം നല്ല വേവുണ്ടാവും. അപ്പോൾ ഒരു 4-5 വിസിലൊക്കെ കേൾപ്പിച്ചിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഇറച്ചിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഗ്രേവി പിന്നീട് റൈസ് വേവിക്കുമ്പോൾ അതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ റൈസിലും നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഞാനിവിടെ 4 കപ്പ് അരി ഒന്ന് വെള്ളത്തിൽ കുറച്ച് നേരം കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കുതിർത്തെടുത്താൽ മതി. ഞാൻ ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്. ജീരകശാല വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാളയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു വലിയ സവാള നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് 1 ടീസ്പൂണോളം പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ സവാള നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ സവാള നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ കോരി മാറ്റാം. ഇത് ഇരുന്നിട്ട് കുറച്ചും കൂടെ ഒന്ന് കളറ് മാറി വരും. ഈ ഒരു എണ്ണയിലേക്ക് തന്നെ കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അത് ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാള വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള അത്യാവശ്യം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ചതച്ച് വെച്ചിട്ടുള്ളത് ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്കിനി തക്കാളി ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ അടച്ചു വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് തന്നെ വഴന്നു വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മീറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വെള്ളം മൊത്തത്തിൽ വേവിച്ച് ആ വെള്ളം മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നില്ല. കുറച്ച് അടിഭാഗം കുറച്ച് ആ മസാലയോട് കൂടിയുള്ളത് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അല്ലാതെയുള്ള ഗ്രേവി ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് റൈസ് വേവിക്കാനായിട്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തതുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ആ ഗ്രേവിയുടെ താഴെയുള്ള അടിഭാഗത്തുള്ള കുറച്ച് മസാലയോട് കൂടിയിട്ടുള്ള ആ ഒരു ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബിരിയാണി മസാലയും പിന്നെ എരിവനുസരിച്ചിട്ട് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം.
ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതിലേക്ക് മല്ലിപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ ബിരിയാണി മസാലയിലുള്ള ആ ഒരു ഫ്ലേവറാണ് ഈ ഒരു ബിരിയാണിക്ക് കിട്ടുന്നത്. അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി റൈസ് വേവിക്കാനായിട്ട് ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് നെയ്യൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഒരു 1-2 ടേബിൾ സ്പൂണൊക്കെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഏലക്കായും ഗ്രാമ്പും പട്ടയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അരി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് കുറച്ചൊന്ന് നല്ലപോലെ ഒന്ന് റോസ്റ്റായി വരണം. ആ നെയ്യിൽ ഈ അരി ഒന്ന് കുറച്ചൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് ഇനി അളവിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അരിയുടെ ഇതനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ബസ്മതി അരി ആയതുകൊണ്ട് ഒരുപാട് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 1 കപ്പിന് 2 കപ്പ് വെള്ളമൊന്നും ചേർക്കരുത്. അങ്ങനെയാകുമ്പോൾ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകും. ഞാനിതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മീറ്റ് വേവിച്ചിട്ടുള്ള ആ വെള്ളം ഒരു 1.5 കപ്പോളം ഉണ്ട്. ആ വെള്ളം ആദ്യം അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കി അല്ലാതെയുള്ള തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 4 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇറച്ചി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. റൈസ് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇത് നല്ലപോലെ തന്നെ അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഇളക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ ഏതെങ്കിലും ചട്ടുകം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അരിയൊന്നും ഉടയാതെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. റൈസ് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ റൈസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു മീറ്റ് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടി മല്ലിയിലയും പുതിനയിലയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഒരു പകുതി റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നിരത്തി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെ കട്ട് ചെയ്തതും ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ ഇട്ട് കൊടുക്കാം. ഒരു 2-3 നുള്ളു ബിരിയാണി മസാല കൂടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ അങ്ങിങ്ങായിട്ട് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിൽ റൈസ് നിരത്തിയിട്ട് വീണ്ടും അതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇത് ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിട്ടാണ് ഇത് തുറന്നിട്ടുള്ളത്. റൈസൊക്കെ നല്ല പാകത്തിനാണ് കുക്കായിട്ടുള്ളത്. നമ്മൾ കല്യാണത്തിനൊക്കെ പോയിട്ട് കഴിക്കുന്ന ആ ഒരു ബിരിയാണിയുടെ അതേ ടേസ്റ്റിലാണ് ഈ ഒരു ബിരിയാണി ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തിട്ട് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ പൈനാപ്പിളൊന്നും ചേർത്തിട്ടില്ല. ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബീഫ് വെച്ചിട്ടൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം മറന്നു പോകരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്